നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും 24-ന്റെ പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഏറെ വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം, പുതിയൊരാഴ്ച, പുതിയ ദിവസം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് മെയ് 25 തിങ്കൾ, ഇടവം 11. പ്രവിധ, ഇന്ന് പ്രധാനപ്പെട്ട ഒരു മന്ത്രിസഭാ യോഗം നടക്കുകയാണ്. പതിവില്ലാത്തതാണ് ഈ തിങ്കളാഴ്ചയിലെ മന്ത്രിസഭാ യോഗം. അപ്പോൾ ആ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശ്രദ്ധയോടുകൂടി ആളുകൾ നോക്കിയിരിക്കുന്നത് KSRTCയിലെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ, അതിന്റെ നഷ്ടക്കണക്കാണ് ഇന്ന് KSRTC മന്ത്രിസഭാ യോഗത്തിലേക്ക് വെക്കാൻ പോകുന്നത്. അപ്പം മഴ, രാവിലെ തന്നെ മഴയും തണുപ്പും ഒക്കെ ഉണ്ട്. അതാണ് ഇടവം 11 പറഞ്ഞപ്പോൾ ഇടവപ്പാതി നമ്മൾ സാധാരണ പറയുമല്ലേ, പക്ഷേ ഇടവപ്പാതി എത്തുന്നതിന് മുൻപ് തന്നെ മഴ കനത്തിരിക്കുകയാണ്. അടുത്ത 5 ദിവസം ശക്തമായ മഴയെന്ന് പറയുന്നു. മാത്രമല്ല, നാളെയുടെ കാലവർഷം കേരളത്തിൽ എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരുന്നത്. മഴയും തണുപ്പൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് മടിയൊക്കെ വിട്ട് ചൂടുള്ള വാർത്തകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. ഞാൻ ഗോകുൽ രവി. അപ്പോൾ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഇന്ന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകും. UDF പ്രകടന പത്രികയിലും ഇന്ദിരാ ഗ്യാരണ്ടിയിലും ഊന്നിയാവും നയപ്രഖ്യാപനം. വെള്ളിയാഴ്ചയാണ് ഗവർണർ നിയമസഭയിൽ നയപ്രഖ്യാപനം നടത്തുക. മുഖ്യമന്ത്രി ഡൽഹിയിൽ പോകുന്നതിനാലും പൊതു അവധി വരുന്നതിനാലുമാണ് ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നത്. അതേസമയം KSRTC സൗജന്യ യാത്രയിലെ മാനേജ്മെന്റ് റിപ്പോർട്ടും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായേക്കും. വിവരങ്ങളുമായി ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ജിബിൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ നിർണായകമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇന്ന് മന്ത്രിസഭയുടെ മുന്നിലേക്ക് എത്തുകയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടൊപ്പം തന്നെ KSRTCയിലെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട ബോർഡിന്റെ തീരുമാനമാണ്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ തീരുമാനമാണ്. ഇതൊക്കെ ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് മുന്നിൽ വരുമ്പോൾ എങ്ങനെയാകും ഈ ചർച്ച? എപ്പോഴാണ് മന്ത്രിസഭാ യോഗം ചേരുക? ഗുഡ് മോർണിംഗ് പ്രവിധ ആൻഡ് ഗോകുൽ. സാധാരണഗതിയിൽ ഈ നയപ്രഖ്യാപന പ്രസംഗം നടക്കായി വരുന്ന വെള്ളിയാഴ്ചയാണ് സഭയിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള ക്യാബിനറ്റ് ചേരേണ്ടത് ബുധനോ വ്യാഴമോ ആണ്. പക്ഷേ ഈ വരുന്ന തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി ഡൽഹിയിലേക്ക് പോകുന്നത് കൊണ്ടും അതുപോലെ പൊതു അവധി ആയതുകൊണ്ടുമാണ് ഇന്ന് തന്നെ ക്യാബിനറ്റ് യോഗം ചേരുകയും വെള്ളിയാഴ്ച ഗവർണർ സഭയിൽ നടക്കുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഇന്ന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകുകയും ചെയ്യുക. ഇതിൽ പ്രധാനമായും ഈ കരട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറയുന്നത് UDFന്റെ പ്രകടന പത്രികയിലും അതുപോലെ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടിയിലും ഊന്നിയുള്ള ഒരു പ്രസംഗമായിരിക്കും നടത്താൻ പോകുക. അതിനു വേണ്ടിയിട്ടുള്ള കരടിനാണ് ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം നൽകുകയും ചെയ്യുക. ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ദിരാ ഗ്യാരണ്ടിയാണ്. കാരണം ഇന്ദിരാ ഗ്യാരണ്ടിയിൽ സൗജന്യ ബസ് യാത്രയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക നഷ്ടം KSRTCക്ക് ഉണ്ടാകുമെന്നാണ് മാനേജ്മെന്റ് സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഏകദേശം പ്രതിമാസം 112 കോടി രൂപയുടെ നഷ്ടം KSRTCക്ക് ഉണ്ടാകും. അത് നികത്താനുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഇപ്പോൾ KSRTCക്ക് ഇല്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സാധാരണ ഓർഡിനറി ബസ്സിൽ മാത്രം ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കിയാൽ പോലും 56 കോടി രൂപ പ്രതിമാസം നഷ്ടം വരുമെന്നുള്ള ഒരു കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വിശദമായി ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുകയും അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കുക. കാരണം ഓർഡിനറി ബസ്സിൽ മാത്രം നടപ്പാക്കണോ, അല്ലെങ്കിൽ ഓർഡിനറി ബസ്സിലും സിറ്റി ബസ്സിലും നടപ്പാക്കണോ എന്നുള്ള ഒരു കാര്യവും കൂടി തീരുമാനം വരും. എന്തായാലും സ്ലീപ്പർ ബസ്സിൽ ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് കോച്ചുകൾ ഉൾപ്പെടുന്ന ബസ്സുകളിൽ ഇത് ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. കാരണം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ 112 കോടി രൂപ എന്ന് പറയുന്നത് നിലവിലെ KSRTC സംബന്ധിച്ചോളം അവർക്കത് താങ്ങാൻ പറ്റുന്നതിലപ്പുറമാണ്. KSRTCയിലെ ശമ്പളത്തെ ഉൾപ്പെടെ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദമായ ചർച്ച ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുകയും ചെയ്യുക. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അദ്ദേഹത്തിന് അതിൻ്റെ സമയം അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഈ വരുന്ന 5 വർഷക്കാലത്തേക്കുള്ള വികസനങ്ങൾ അത് എന്തൊക്കെയായിരിക്കണം എന്നുള്ള കാര്യം പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കൂടിയാണ് VD സതീശൻ പോകുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിക്ക് മുൻപ് വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു കാര്യം കൂടി ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കുകയും ചെയ്യും. പ്രവിധാൻ ഗോകുൽ. ഇതാണ് നിർണായകമായ തീരുമാനങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും. അതിൽ തന്നെ ഗൂഗിൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട നയപ്രഖ്യാപനത്തിൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ KSRTCയിലെ സൗജന്യ യാത്ര, അതാണ് ഈ VD സതീശൻ സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. KSRTC ഒരു വലിയ നഷ്ടക്കണക്ക്, കോടികളുടെ നഷ്ടക്കണക്കുമായിട്ടാണ് ഇന്ന് ഗതാഗത മന്ത്രി മന്ത്രിസഭാ യോഗത്തിന് എത്തുക. KSRTC നൽകിയ കണക്കുമായി അതിന് മറുപടിയായി, അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ മറികടക്കാനുള്ള VD സതീശൻ ധനമന്ത്രിയായ മുഖ്യമന്ത്രിയുടെ മാജിക് ഫോമുല എന്താവും, അതാണ് ഇനി കാത്തിരിക്കുന്നത്. എങ്ങനെ ഈ പദ്ധതി KSRTCക്ക് ക്ഷീണമില്ലാതെ നടപ്പാക്കുമെന്നതാണ് ആകാംക്ഷ. ഇനി നമുക്ക് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നോക്കാം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. ഇന്ന് 9 ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് മുന്നറിയിപ്പ്.
നാളെ 4 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്നും, ഒപ്പം അജി കുഞ്ഞുമോൻ കോഴിക്കോട് നിന്ന്, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരും. ആദ്യം ജിബിനിലേക്ക്. ജിബിൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. മഴ കാലവർഷം വരാൻ വൈകുമെങ്കിൽ പോലും വേനൽമഴ കനത്ത് പെയ്യുകയാണ്. ഗൂഗിളിൽ തന്നെയാണ്. കാരണം വേനൽ മഴ എത്താൻ വേണ്ടി ഇനിയും വൈകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷേ എല്ലാ ജില്ലകളിലും തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. വരുന്ന 4 ദിവസത്തേക്ക് കൂടി അതിശക്തമായ മഴ തുടരുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ന് സംസ്ഥാനത്ത് 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. 9 ജില്ലകളിലും അതുപോലെ ലക്ഷദ്വീപിലും യെല്ലോ അലർട്ടുണ്ട്. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിലും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലുമാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. ഇതിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴയാണ് മലയോര മേഖലയിലും ഗ്രാമീണ മേഖലയിലൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ രൂക്ഷമെന്ന് പറയുന്നത് ഈ മലയോര മേഖലയിൽ മഴ കനത്തതോടെ പെരുമ്പാമ്പുകൾ കൂട്ടത്തോടെ റോഡിലേക്ക് ഇറങ്ങുന്നത്, ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതും വലിയ രീതിയിൽ തന്നെ പരിഭ്രാന്തി പരത്തുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം ഇതിരിൽ നിന്ന് പിടികൂടിയത് 3 പെരുമ്പാമ്പുകളാണ്. ഏകദേശം 50 കിലോയോളം ഭാരവും 12 അടി നീളവുമുള്ള പെരുമ്പാമ്പുകളെയാണ് കഴിഞ്ഞ ദിവസം ഇതിരിൽ നിന്ന് മാത്രം പിടികൂടി. അങ്ങനെ ജനത്തിൽ വലിയ രീതിയിലുള്ള ഒരു പരിഭ്രാന്തി കൂടിയുണ്ട്. ഗോകുൽ, അതാണ് തിരുവനന്തപുരത്ത് നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. ഈ മഴയോടൊപ്പം തന്നെ ഇഴജന്തുക്കളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഇനി കോഴിക്കോടേക്ക് പോകാം. അജി കുഞ്ഞുമോൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജി, ഗുഡ് മോർണിംഗ്. അജി, എങ്ങനെയാണ് നിലവിലവിടെ കോഴിക്കോട് മഴയില്ല എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം എങ്ങനെയാണ് ജില്ലയിലെ മഴ മുന്നറിയിപ്പൊപ്പം ഈ മലയോര മേഖലകളിലൊക്കെ സാധാരണ കോഴിക്കോട് ജില്ലയിൽ അതിശക്തമായ മഴ ലഭിക്കാറുമുണ്ട്? പ്രവിത, ഗൂഗിൾ, ഗുഡ് മോർണിംഗ്. പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ വലിയ തരത്തിലുള്ള മഴ ഇന്നലെ രാത്രിയും അനുഭവപ്പെട്ടു. കിഴക്കൻ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ അനുഭവപ്പെട്ടത്. തിരുവമ്പാടി, മുക്കം, കൂടരഞ്ഞി മേഖലകളിൽ കനത്ത മഴയാണ് ഉണ്ടായിരുന്നത്. പല വശത്തും വലിയ തരത്തിലുള്ള കൃഷിനാശങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ 3 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കടുത്ത വേനലിന് ആശ്വാസമായി എത്തിയ വേനൽ മഴ വലിയ തലത്തിൽ പല സ്ഥലങ്ങളിൽ വ്യാപകമായ കൃഷിനാശമൊക്കെ അടക്കം ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്നലെ രാത്രിയിലും ഒപ്പം തന്നെ ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ടും വലിയ തരത്തിലുള്ള മഴയാണ് കോഴിക്കോട് നഗരത്തിലടക്കം പെയ്തത്. ഇന്ന് രാവിലെ മഴ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും വലിയ തരത്തിലുള്ള കൃഷിനാശങ്ങളടക്കമൊക്കെ കിഴക്കൻ മേഖലകളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ കനത്ത മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ജലജന്യ രോഗങ്ങളും വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പകർച്ചവ്യാധികളടക്കമുള്ള രോഗങ്ങളും പടർന്നു പിടിക്കുന്നുണ്ട് എന്നുള്ളതും ഒന്ന് കരുതിയിരിക്കണമെന്ന് ആരോഗ്യ വകുപ്പും പറയുന്നു. പ്രത്യേകിച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെയും ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും നൽകുന്നുമുണ്ട്. ഏതായാലും 3 ജില്ലകളിലാണ് വടക്കൻ കേരളത്തിൽ മഴ മുന്നറിയിപ്പുള്ളത്. നിലവിൽ കോഴിക്കോട് ജില്ലയിൽ മഴ പെയ്തിട്ടില്ല. പക്ഷേ കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ കനത്ത മഴയാണ് ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെ വരെയും അനുഭവപ്പെട്ടത്. പ്രവിത, ഗൂഗിൾ. ശരി, വിഷ്ണു സുരേഷാണ് ഇനി മധ്യ കേരളത്തിലെ സാഹചര്യം കൊച്ചിയിൽ നിന്ന് വിശദീകരിക്കുക. വിഷ്ണു, ഇന്നലെയും മെനിഞ്ഞാന്നും ഒക്കെ കൊച്ചിയിൽ നല്ല മഴയായിരുന്നു. പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞാൽ തകർത്ത് പെയ്യുന്ന കാഴ്ച, ഇടിയും മിന്നലും ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് ജാഗ്രതാ നിർദ്ദേശം? ഗൂഗിൾ, നിലവിൽ എറണാകുളത്ത് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കനത്ത മഴ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഗൂഗിൾ സൂചിപ്പിച്ച പോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് മഴ അതിൻ്റെ ശക്തി പൂർണ്ണതോതിൽ പ്രാപിക്കുന്നത്. കാര്യമായ പ്രശ്നങ്ങൾ മഴനാശവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് കാര്യമായ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ മഴയുടെ തോത് വർദ്ധിച്ചാൽ അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എറണാകുളത്തെ സംബന്ധിച്ച് മഴ എല്ലാ കാലത്തും ഒരു വെല്ലുവിളിയാണ്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമായി ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നത് പെരിയാറിൻ്റെ തീരത്തുള്ള ആളുകൾ ജാഗ്രത പുലർത്തണമെന്നാണ്. കാരണം പെരിയാറിൽ നേരിയ തോതിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അത് ക്രമീകരിക്കുന്നതിന് വേണ്ടി ഭൂതത്താൻകെട്ട് ബാരേജിൻ്റെ ഷട്ടറുകൾ തുറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെയോടുകൂടി അത് തുറക്കും. എന്നിരുന്നാൽ പോലും വെള്ളത്തിൻ്റെ തോത്, പെരിയാറിലെ വെള്ളത്തിൻ്റെ തോത് കുറയാൻ ഒരല്പം സമയമെടുക്കും. അതുകൊണ്ട് ആളുകൾ ഈ ജലവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ അതിൽ വലിയ ശ്രദ്ധ പുലർത്തണം എന്ന നിർദ്ദേശമാണ് നൽകിയിട്ട്. പ്രത്യേകിച്ച് കാലടി ആ മേഖല, കാലടി ആലുവ മേഖലയിലുള്ള ആളുകളോടൊക്കെയാണ് കൂടുതൽ ജാഗ്രത പുലർത്താനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ മഴയുണ്ടാകും എന്നാണ് നിലവിൽ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് രാവിലെ ഉള്ളത്. ഗൂഗിൾ. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് പലയിടത്തും മഴ കനക്കുക. ഇടിമിന്നലും ശക്തമാണ് പലയിടങ്ങളിലും. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക. അപ്പം മഴയ്ക്കൊപ്പം ആദ്യം പ്രവൃത്തി സൂചിപ്പിച്ചാണ് ഈ ഇഴജന്തുക്കളുടെ കാര്യം. ഇഴജന്തുക്കളല്ല, ഇതൊരു ഇത്തിരി വലിയൊരു ജന്തുവാണ്. അതെ, മഴ കനക്കുന്നതിനിടെ തിരുവനന്തപുരം വിതുരയിൽ പെരുമ്പാമ്പിനെ പിടികൂടി. 12 അടി നീളമുള്ള പെരുമ്പാമ്പിനെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇങ്ങനെ ഇഴജന്തുക്കളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ശക്തമായ മഴയിലും ഒഴുക്കിലും പെട്ട് ഇത്തരത്തിലുള്ള പാമ്പും ഒപ്പം മറ്റു ജന്തുക്കളൊക്കെ എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം നല്ല ജാഗ്രത വേണമെന്നാണ് പറയാനുള്ളത്. ജിബിൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ജിബിൻ, ഇത് പുഴയുടെയോ മറ്റ് ജലാശയങ്ങളോ എല്ലാം തീരത്തുള്ള സ്ഥലത്തു നിന്നാണ് ഇതിനെ പിടികൂടിയത്. വലിയ പാമ്പാണെന്ന് തോന്നുന്നു. ഗൂഗിൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജലാശയത്തിന്റെ വശത്തു നിന്നൊന്നുമല്ല, ജനങ്ങൾ നടന്നു പോകുന്ന ടാറിട്ട റോഡിന്റെ വശത്ത് നിന്നാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഈ 12 അടി നീളവും 25 കിലോയോളം ഭാരമുള്ള പെരുമ്പാമ്പിനെ പിടികൂടിയത്. ഇത് സമീപ ദിവസങ്ങളിൽ ഇത് ആദ്യമായിട്ടല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ തുടരെ എല്ലാ ദിവസവും വിതുര മാങ്കാല മേഖലയിൽ നിന്നും മണലി മേഖലയിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടുന്നുണ്ട്. ഇതിന് കാരണമായി പറയുന്നത് ഈ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള വരൾച്ചയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ ഈ ജലാശയങ്ങളുടെ സമീപത്തേക്ക് എത്തിയ പെരുമ്പാമ്പുകൾ തിരികെ വനത്തിലേക്ക് പോകുന്നതായിട്ട് ഭാഗമായിട്ടാണ് ഈ ജനവാസ മേഖലകളിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ RRT സംഘം പറയുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വിതുര മേഖലയിൽ നിന്ന് പിടികൂടുന്ന പെരുമ്പാമ്പുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ RRT സംഘത്തിൽപ്പെട്ട സ്നേക് കേച്ചറായിട്ടുള്ള റോഷ്നിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊന്ന് നോക്കിയാൽ മാത്രം മതി. അതിൽ എല്ലാ ദിവസവും ഈ കൃത്യമായി ഓരോ ദിവസവും 2-3 പെരുമ്പാമ്പുകളെയാണ്. അതും ചെറിയ സൈസൊന്നുമല്ല. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ 12 അടി നീളവും 15 അടി നീളവുമുള്ള 25 കിലോയും 50 കിലോയും ഭാരമുള്ള പെരുമ്പാമ്പുകളെയാണ് ഓരോ ദിവസവും പിടികൂടുകയും ചെയ്യുന്നത്. അതും വനത്തിന്റെ ഉള്ളിൽ നിന്നല്ല, വനത്തിന്റെ മേഖലയിൽ നിന്നുമല്ല. ഇത് റോഡ് വശത്ത് നിന്നാണ് ഈ പെരുമ്പാമ്പുകളെ പിടികൂടുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. വരുന്ന ദിവസങ്ങളിൽ എന്തായാലും സ്കൂളുകളൊക്കെ തുറക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ വീടുകളിലേക്ക് കുഞ്ഞു കുട്ടികൾ ഈ റോഡ് വഴിയാണ് സ്കൂളുകളിലേക്ക് പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന, പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന കാലമാണ്, ഈ ട്യൂഷൻ സെന്ററുകളിലേക്കൊക്കെ അതിരാവിലെ ഈ റോഡുകളിൽ കൂടി കുട്ടികളൊക്കെ പോകുന്നതുമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി രക്ഷിതാക്കളുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലുമൊക്കെ കൂടി ഈ കുട്ടികളെ കൂടി സ്കൂളിലേക്ക് വിടണമെന്നുള്ള ഒരു കാര്യം കൂടി ഇവർ ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് എന്തായാലും ഈ ആശ്വാസം, ജനങ്ങൾക്ക് ആശ്വാസം എന്ന് പറയുന്നത് ഈ പെരുമ്പാമ്പിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും പാമ്പുകളെ കണ്ടെത്തി RRT സംഘത്തെ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫോറസ്റ്റ് വകുപ്പ് അവിടെ നേരിട്ട് എത്തുമെന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ആശ്വാസമായി ഉള്ളത്. ഗൂഗിൾ. ശരി ജിബിൻ, ഏതായാലും പെരുമ്പാമ്പ് പിടുത്തം അങ്ങനെ തകൃതിയായി ഒരു വശത്ത് നടക്കുന്നു. അപ്പോൾ മഴയാണ്, വെള്ളമൊക്കെ ഉയരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ മാളങ്ങളിലിരിക്കുന്ന പാമ്പുകൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ ജിബിൻ മുമ്പ് സൂചിപ്പിച്ച പോലെ നാട്ടിലേക്ക് വേനൽക്കാലത്ത് വന്ന ജലാശയങ്ങളിലേക്ക് വന്ന പാമ്പുകൾ തിരികെ കാട്ടിലേക്ക് പോകുന്ന വഴി നമ്മുടെ വീടിനടുത്തൂടെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിക്കുക. മാത്രമല്ല ഇടിയും മിന്നലും ഉണ്ട്. ഇപ്പോൾ വേനൽ മഴയാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. മഴ ഇപ്പോൾ മെയ് മാസം കഴിയാറായി, എന്നാലും കാലവർഷം എത്തിയിട്ടില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നോക്കിയാൽ ഗൺമാൻമാരുടെ മർദ്ദനത്തിൽ നടപടികൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. പ്രധാനപ്പെട്ട ആളുകളുടെ മൊഴി രേഖപ്പെടുത്തൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. കേസിലെ പ്രതികളെയാണ് ഇനി ചോദ്യം ചെയ്യാനുള്ളത്. കേസ് ഡയറി തിരുത്തിയ സംഭവത്തിൽ പ്രത്യേക കേസെടുത്ത് മുന്നോട്ട് പോകാനാണ് നിലവിലെ ആലോചന. ഗൺമാൻമാർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ നാളെയാണ് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, ഈ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു വകുപ്പ് നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊപ്പമാണ് ഇത് തിരുത്തൽ വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും. അങ്ങനെ ഇതിപ്പോൾ ഒരു കേസിനപ്പുറത്തേക്ക് പല കേസുകളായി മാറാനുള്ള സാധ്യത കൂടി വരുന്നുണ്ടല്ലോ. ഗൂഗിൾ SIT വന്നതിന് ശേഷം ഈ കേസിനെ രണ്ടായി തന്നെ വിഭജിച്ചു എന്ന് പറയാം. അതിലൊന്ന് ഗൺമാൻമാരുടെ നിയമവിരുദ്ധമായ ചട്ടലംഘനമുള്ള മർദ്ദനമാണ്. അതിൽ ഒരു റിപ്പോർട്ട് പ്രാഥമികമായി ഇതിനോടകം തന്നെ കോടതി ആഭ്യന്തര വകുപ്പിനും DGPക്കുമൊക്കെ നൽകിയിട്ടുണ്ട്. അത് പൂർണ്ണമായും ഗൺമാൻമാരുടെ നടപടിയെ തള്ളിക്കൊണ്ടും അവരുടെ ഭാഗത്തു നിന്ന് ചട്ടലംഘനം ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുമാണ്. ആ അന്വേഷണം പാതി വഴിയിൽ എത്തിയപ്പോഴാണ് ഗുരുതരമായ മറ്റൊരു കണ്ടെത്തൽ കൂടി SITക്ക് മുന്നിൽ എത്തുന്നത്. അത് കേസ് ഡയറി തിരുത്തി എന്നുള്ള അതീവ ഗുരുതര സ്വഭാവമുള്ള കണ്ടെത്തലാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് സംസ്ഥാനത്തെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുമുള്ള വ്യക്തമായ തെളിവുകൾ SITക്ക് മുന്നിലുണ്ട്. പക്ഷേ ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അടക്കം പ്രതി ചേർത്തുകൊണ്ട് കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വിദഗ്ധ നിയമോപദേശവും ഒപ്പം മന്ത്രിസഭയുടെ അംഗീകാരവും ഒക്കെ വേണം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നിലവിലുള്ളത്. ഈ ഗൺമാൻമാരുടെ മർദ്ദനവും ബന്ധപ്പെട്ട് സാക്ഷികളുടെയും പ്രധാനപ്പെട്ട ആളുകളുടെയും എല്ലാം മൊഴി രേഖപ്പെടുത്തൽ ഇന്നലെയോടുകൂടി SIT പൂർത്തിയാക്കി. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനുള്ളത് ഈ കേസിലെ പ്രതികളെയാണ്. സന്ദീപ്, അനിൽ കല്ലിയൂർ അടക്കമുള്ള രണ്ടുപേരെയും ഒപ്പം പുതുതായി
ഈ കേസിലേക്ക് പ്രതി ചേർക്കപ്പെട്ട 3 സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ നാളത്തെ മുൻകൂർ ജാമ്യാപേക്ഷ കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ആ നടപടികളിലേക്ക് SIT കടക്കുക. അനിൽ കല്ലിയൂരും സന്ദീപും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. ജോലിയുടെ ഭാഗമായി ചെയ്ത കാര്യം മാത്രമാണ്, അതല്ലാതെ മുൻകൂട്ടി ഇവരെ മർദ്ദിക്കണമെന്നൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്തതല്ല എന്നുള്ളതാണ് ജാമ്യാപേക്ഷയിലെ വിവരങ്ങളൊപ്പം ഇതടക്കം നാളെ കോടതി പരിഗണിക്കുകയാണ്. അത്തരത്തിൽ നിർണായക ഘട്ടത്തിലേക്ക് കേസന്വേഷണം നീങ്ങുകയുമാണ്. ഗൂഗിൾ ശരി, ഏതായാലും SIT വന്നതോടുകൂടി വേഗത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഇനി ഗൺമാന്മാർക്കെതിരെ പ്രാഥമികമായി ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ SIT റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ നടപടി ഉണ്ടാകുമോ? അതായിരിക്കും ഒരുപക്ഷെ ആദ്യം വരിക, പ്രതീക്ഷിക്കുന്നത്. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിനായി ഉത്തരക്കടലാസിന്റെ പകർപ്പുകൾക്കായി അപേക്ഷിക്കാനുള്ള നീട്ടിയ സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് രാത്രി 12 മണി വരെയാണ് സമയപരിധി. ഗുരുതരമായ സാങ്കേതിക പിഴവിനെ തുടർന്ന് അപേക്ഷ നൽകാനാകുന്നില്ല അടക്കമുള്ള പരാതികൾ ഉയർന്നിരുന്നു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പരാതികൾ പരിഗണിച്ച് ഇന്നലെ രാത്രിയാണ് സമയപരിധി നീട്ടിക്കൊണ്ട് CBSE സർക്കുലർ ഇറക്കിയത്. വിവരങ്ങൾ വിനീത BG നൽകും. വിനീത, ഗുഡ് മോർണിംഗ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആകെ വലഞ്ഞിരിക്കുകയാണ്. ഇനിയും ഈ സോഫ്റ്റ്വെയറിലെ അല്ലെങ്കിൽ ഈ സൈറ്റിലെ പോർട്ടലിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടില്ല എന്ന് പരാതി ചിലയിടത്തു നിന്ന് വരുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? വെരി ഗുഡ് മോർണിംഗ് ഗോകുൽ ആൻഡ് പ്രവിത. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടായിരുന്നു. അവർക്ക് സമയപരിധി നീട്ടി നൽകണം എന്നൊക്കെയുള്ള ഒരു ആവശ്യമുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് പിന്നാലെ സമയപരിധി കൂടി നീട്ടി നൽകിയത്. ആ സമയപരിധിയാണ് ഇന്ന് രാത്രി 12 മണി വരെയാണ് ആ സമയപരിധി ഉള്ളത്. ഗുരുതരമായ സാങ്കേതിക പിഴവിനെ തുടർന്ന് ഈ അപേക്ഷ നൽകാനാകുന്നില്ലെന്നടക്കമുള്ള പരാതികളായിരുന്നു വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുണ്ടായിരുന്നത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള പരാതികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഈ പരാതിയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇന്നലെ രാത്രിയാണ് സമയപരിധി നീട്ടി CBSE സർക്കുലർ ഇറക്കിയത്. ഒപ്പം തന്നെ നേരത്തെ അപേക്ഷ സമർപ്പിച്ച പലർക്കും ഇതുവരെ പകർപ്പ് ലഭിച്ചില്ലെന്നും കൂടുതൽ ഫീസ് ഈടാക്കിയതായിട്ടുമുള്ള ചില പരാതികൾ കൂടി ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് കൂടുതലായി ഈ ഈടാക്കിയ തുക അത് തിരികെ നൽകാൻ CBSE ധനമന്ത്രാലയത്തിന്റെ സഹായം തേടിയിരിക്കുകയാണ്. സാങ്കേതിക പിഴവുകൾ സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സമർപ്പിക്കുമെന്നാണ് CBSE വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതാണ് ആ സമയപരിധി ഇന്ന് അവസാനിക്കുമോ അതോ ഇനിയും കൂട്ടി നൽകാനുള്ള സാധ്യതയുണ്ടോ? മാത്രമല്ല കൂടുതൽ ഫീസ് ഈടാക്കിയ തരത്തിലുള്ള നിരവധി പരാതികളാണ് CBSEക്കെതിരെ ഉയരുന്നത്. ഇന്നലെ പാതിരാത്രിയിലാണ് ഈ സമയം കൂട്ടിക്കൊടുക്കുന്നത് അല്ലെങ്കിൽ നീട്ടി നൽകുന്നത്. ഇന്നലെ പകൽ മുഴുവൻ ഒരുപാട് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ആശങ്ക പങ്കുവച്ചു. കാരണം പഠിച്ചെഴുതിയ പരീക്ഷയ്ക്ക് അർഹമായ മാർക്ക് ലഭിക്കുന്നില്ല. അത് ചോദിക്കാൻ അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരം, ആ അവസരത്തിന് അപേക്ഷിക്കാൻ പോലെയുള്ള സാഹചര്യമില്ല. ഏതായാലും ഏറ്റവും മോശം പ്രവണതകളാണ് അല്ലെങ്കിൽ ഏറ്റവും മോശം കാര്യങ്ങളാണ് ഈ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് CBSEയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരുപക്ഷെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാലം വിദ്യാർത്ഥികൾക്ക്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ഹർജികൾ പരിഗണിക്കുക. ചോദ്യപേപ്പർ ചോർച്ചയിൽ സുപ്രീം കോടതിയുടെ അടിയന്തര ഇടപെടൽ തേടിയാണ് ഹർജികൾ എത്തുന്നത്. വിനീത ഒരിക്കൽ കൂടി ചേരുകയാണ്. വിനീത, ഇപ്പോൾ CBSEയുടെ കാര്യം പറഞ്ഞതിന് അപ്പുറത്തെ പ്രശ്നങ്ങളാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ ഉയരുന്നത്. ഈ അന്വേഷണം അത് ഏത് ദിശയിലാണ് ഇപ്പോൾ നീങ്ങുന്നത്? അതോടൊപ്പം തന്നെ ഹർജികളിൽ പ്രധാന ആവശ്യം എങ്ങനെയാണ്? പ്രവിധ പ്രധാന അധ്യാപകരടക്കം അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ അന്വേഷണവുമായി CBI മുന്നോട്ട് പോകുന്നത്. അവരുടെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് അന്വേഷണം. അതിൽ ഈ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ഒക്കെ ചോദ്യപേപ്പറുകൾ ചോർന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതേസമയം കഴിഞ്ഞ ദിവസം പാർലമെന്ററി സമിതിക്ക് മുന്നിൽ ഹാജരായ ഉദ്യോഗസ്ഥർ പറയുന്നത് ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല, ചില ചോദ്യങ്ങൾ മാത്രമാണ് ചോർന്നതെന്ന തരത്തിലുള്ള വിശദീകരണമാണ് അവർ നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ ചില മാനദണ്ഡങ്ങൾ, പുതിയ മാനദണ്ഡങ്ങളടക്കം കൊണ്ടുവരുന്ന കാര്യവും ഇപ്പോൾ NTA ആലോചിച്ചു വരികയാണ്. അതിൽ പ്രായപരിധി ഉൾപ്പെടെ ഒപ്പം തന്നെ പരീക്ഷ എഴുതുന്നതിനുള്ള തവണകൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നിശ്ചിത മാനദണ്ഡങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഹർജികൾ കൂടി സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. ആ ഹർജികൾ ഇന്ന് കോടതി പരിഗണിക്കും. ജസ്റ്റിസ് S നരസിംഹ അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ഈ ഹർജികൾ പരിഗണിക്കുക. ചോദ്യപേപ്പർ ചോർച്ചയിൽ സുപ്രീം കോടതിയുടെ അടിയന്തര ഇടപെടൽ തേടിക്കൊണ്ടാണ് ഈ ഹർജികളുള്ളത്. അതിൽ നിലവിലെ NTA പിരിച്ചുവിടണം എന്നൊരു ആവശ്യം കൂടി ഈ ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പരീക്ഷ നടത്തിപ്പിൽ ഘടനാപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്നും ആവശ്യം ഉയർന്നിരിക്കുകയാണ്. ഹർജിയിലുണ്ട്. ഇതിൽ യുണൈറ്റഡ് ഡോക്ടേഴ്സ് ഫ്രണ്ടും ഒപ്പം തന്നെ ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷനുമാണ് ഹർജികളുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രവിത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം പാര്യത്തുകാവ് മലയിടം തുരുത്തിലെ 7 ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും.
കോടതി മുമ്പാകെ നേരത്തെ തന്നെയുള്ള ഹർജിയാണ് ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ച് പരിഗണിക്കുക. ഒഴിപ്പിക്കൽ നടപടി സംഘർഷത്തിൽ കലാശിച്ചതിനെ തുടർന്ന് ഈ വിഷയം പരിഗണിക്കണമെന്ന് സർക്കാർ വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് മലയിടം തുരുത്ത് സന്ദർശിക്കുന്നുമുണ്ട്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ കേസ് ഇന്ന് ഏറെ നിർണായകമാണ്. അത് കോടതി എപ്പോഴായിരിക്കും പരിഗണിക്കുക? പ്രത്യേകിച്ച് സർക്കാരിന്റെ പ്രത്യേക ആവശ്യം പരിഗണിച്ചുകൂടിയാണ് ഇന്നിപ്പോൾ ആ കേസ് പരിഗണിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ സർക്കാർ കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്? അതിസങ്കീർണമായ ഒരു നിയമപ്രശ്നം ഇതിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിൽ ഇപ്പോൾ നിയമപരമായി തന്നെ ഈ വിഷയത്തെ നേരിടാം എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ നിവാസികളുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ അവർ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ അടിയന്തരമായി ഈ വിഷയത്തിൽ ഹൈക്കോടതിയിലേക്ക് പോകുകയാണെന്ന്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹർജി ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഭൂമിയുടെ അവകാശങ്ങൾ തങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ തങ്ങൾക്ക് അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവുണ്ട്, നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട കണ്ണാട്ട് വീട്ടിൽ സുഭദ്രയും അംബികയും നൽകിയ ഹർജിയാണ് ഹൈക്കോടതിക്ക് മുമ്പാകെ ഉള്ളത്. ആ ഹർജിയാണ് ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ച് പരിഗണിക്കുന്നത്. ആ ഹർജിയിൽ മേൽ ഇന്ന് സർക്കാർ അവരുടെ നിലപാട് അറിയിക്കും. അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരാകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തെല്ലാം നടപടികളാണ് ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ പോകുന്നത്, അതിലെന്താണ് ഒരു പ്രശ്നപരിഹാരം എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്നത്. മറുവശത്ത് ഈ വിഷയം രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് CPIM-ന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ CPIM-ന്റെ DYFI-യുടെ ഒക്കെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ നേരിട്ട് ആ സ്ഥലം സന്ദർശിക്കുകയാണ്. അതിനർത്ഥം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് ശേഷം CPIM അല്ലെങ്കിൽ ഇടതുപക്ഷം ഏറ്റെടുക്കുന്ന ഏറ്റവും ആദ്യത്തെ ഒരു സമരം അല്ലെങ്കിൽ ജനകീയ സമരം എന്ന രീതിയിൽ മലയിടം തുരുത്ത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയോറിറ്റി കൂടി ആ സമരത്തിന് ലഭ്യമാകുന്നു. സംസ്ഥാന സർക്കാർ ആകട്ടെ അവരെ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണുള്ളത്. CPIM ആകട്ടെ ആ കുടുംബങ്ങളെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാനാകില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. നേരത്തെ ഇവരെ ഒഴിപ്പിക്കണം എന്ന് കർശന നിർദ്ദേശം മുൻസിഫ് കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒഴിപ്പിക്കാൻ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് ഭിന്നമായി എന്ത് നിലപാടാണ് സർക്കാർ പറയാൻ പോകുന്നത്, കോടതി അത് കേട്ടിട്ട് എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. രാവിലെ തന്നെ ഹർജി പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവിധ. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പശ്ചിമേഷ്യയിലേക്ക് പോവുകയാണ്. സംഘർഷം തുടരുന്നതിനിടെ മരവിപ്പിച്ച ആസ്തികൾ ഭാഗികമായി വിട്ടു നൽകാതെ അന്തിമ ധാരണയിലെത്താനാകില്ലെന്ന് ഇറാൻ. അമേരിക്ക അടിക്കടി നിലപാട് മാറ്റുന്നതിനാലാണ് ഇറാൻ അമേരിക്ക സമാധാന കരാർ യാഥാർത്ഥ്യമാകാത്തത്. കരാറിലെത്താൻ നിലപാടുകളിൽ വിട്ടുവീഴ്ചകൾക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. കരാറിലെത്താൻ ധൃതിയില്ല എന്നും ധാരണയിലെത്തും വരെ ഇറാനെതിരെയുള്ള നാവിക ഉപരോധം ശക്തമായി തുടരുമെന്നുമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. മധു കൊട്ടാരക്കര നൽകും വിവരങ്ങൾ അമേരിക്കയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിംഗ്. മധു, ഇതിപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണോ? ഇന്നലെ ട്രംപ് പറഞ്ഞത് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു സമവായത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത തെളിയുന്നു എന്നാണ്. പക്ഷേ അതേസമയം തന്നെ ഈ സമവായ ശ്രമങ്ങൾക്ക് ഏറ്റവും വലിയ തിരിച്ചടി അമേരിക്ക മുന്നോട്ട് വെച്ച ഉപാധിയാണ്. അത് അംഗീകരിക്കാൻ ഇപ്പോൾ ഇറാൻ തയ്യാറായിട്ടുമില്ല. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് ഗോകുൽ, പ്രവിധ. ഈ അമേരിക്കയുമായിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇപ്പോൾ കടുത്ത നിബന്ധനയുമായിട്ട് ഇറാൻ വന്നിരിക്കുകയാണ്. അതായത് ഖത്തറിൽ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന $12 ബില്യൺ, അതായത് ഏതാണ്ട് 12 ശതകോടി ഡോളർ ആണ് ഈ പറയുന്നത്. അത് അടിയന്തരമായി വിട്ടു നൽകണമെന്നാണ് ഇറാന്റെ ആവശ്യം. അമേരിക്കയുമായിട്ടുള്ള ഒരു ഇനിഷ്യൽ മെമ്മോറാണ്ടം ഒപ്പുവെക്കുന്നതിന് മുമ്പ് ഒരു പ്രീ കണ്ടീഷനായിട്ടാണ് ഈ തുക ഇപ്പോൾ ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യഘട്ട ചർച്ചകൾ തുടങ്ങണമെങ്കിൽ പോലും ഖത്തറിലെ ബാങ്കുകളിലുള്ള ഇറാന്റെ തുക ലഭ്യമാക്കണമെന്നുള്ള നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഈ $12 ബില്യൺ അത് കിട്ടുക എന്ന് പറയുമ്പോൾ അത് ഗ്യാരണ്ടീഡ് ആക്സസ് ലഭിച്ചാൽ മാത്രമേ, അതായത് ഇറാൻ അത് ഉപയോഗിക്കാൻ പറ്റണം, എന്നാൽ മാത്രമേ ഈ ചർച്ചകളുമായി സഹകരിക്കൂ എന്ന് ഇറാൻ ചർച്ചാ സംഘം അമേരിക്കൻ പ്രതിനിധികളോട് വ്യക്തമാക്കിയതായിട്ടുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഈ മരവിപ്പിക്കപ്പെട്ട ഫണ്ടുകൾ അത് വിട്ടു നൽകുന്നതുമായിട്ടുള്ള ഈ ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങളും നേരത്തെ നിലനിന്നിരുന്ന തർക്കങ്ങൾ ഇതോടെ വീണ്ടും സജീവമാവുകയാണ്. ഇറാന്റെ ഈ പുതിയ നീക്കത്തോടെ അമേരിക്ക ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഈ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഇനിഷ്യൽ മെമ്മോറാണ്ടം അതിപ്പോഴും വലിയ തടസ്സങ്ങളുമായിട്ട് തുടരുകയാണ്. ധാരണാപത്രത്തിൽ 1-2 സുപ്രധാന വ്യവസ്ഥകളെ ചൊല്ലി ഇറാനും
അമേരിക്കയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നാണ് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു ന്യൂസ് ആണ് തസ്നീം ന്യൂസ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഈ കരാർ ഉടൻ ഒപ്പുവെച്ചേക്കുമെന്നും ഈ തസ്നീം ന്യൂസ് പറയുന്നുണ്ട്. അതുപോലെ ഹോർമൂസ് കടലിടുക്ക് തുറക്കുവാനും ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപേക്ഷിക്കുവാനും ഈ കരാറിൽ ഒരുപക്ഷെ ധാരണയായേക്കുമെന്നുള്ള സൂചനയും നൽകുന്നുണ്ട്. ഇറാനുമായി അമേരിക്കയുമായുള്ള ഇവരുടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അതേസമയം ഇപ്പോൾ കൂടുതൽ പ്രൊഫഷണലും അതുപോലെ റിസൾട്ട് ഓറിയന്റഡുമായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എന്നാൽ കരാറിൽ നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ ഒപ്പുവെക്കുവാൻ തിടുക്കം കാണിക്കരുതെന്ന് പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ട്രംപ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഗോകുൽ പ്രവിധ. ശരി, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് എണ്ണവില രണ്ടാഴ്ചത്തെ ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് അല്ലെങ്കിൽ താഴ്ന്ന നിലയിലേക്ക് പോയിട്ടുണ്ട്. മെയ് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ എണ്ണവില ഉള്ളത്. ക്രൂഡ് ഓയിൽ വില ഉള്ളത്. ക്രൂഡ് ഓയിൽ ബാരലിന് $98.83 എത്തിയിരിക്കുന്നു. ഈ സമാധാന കരാർ ഉടനുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഈ എണ്ണവിപണിയിലും അല്ലെങ്കിൽ എണ്ണവിലയും കുറയാനൊക്കെയുള്ള സാഹചര്യം. ഏതായാലും അതിന്റെ പ്രതിഫലനം നമ്മുടെ പെട്രോൾ ഡീസൽ വിലയിൽ ഉണ്ടാവട്ടെ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഇന്ത്യൻ പര്യടനം തുടരുകയാണ്. റൂബിയോ ഇന്ന് ആഗ്രയിലെയും താജ്മഹൽ സന്ദർശിക്കും. രാവിലെ 9:30 എത്തുന്ന റൂബിയോ 1 മണിക്കൂർ നേരമാണ് താജ്മഹലിൽ ചിലവിടുക. എന്നാൽ ഈ സമയം എല്ലാ വിനോദസഞ്ചാരികൾക്കും താജ്മഹലിൽ പ്രവേശനം അനുവദിക്കും. ഉച്ചയോടെ റൂബിയോ രാജസ്ഥാൻ തലസ്ഥാനമായ ജയ്പൂരിലെത്തും. വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ റൂബിയോ സന്ദർശനം നടത്തും. രാജസ്ഥാന്റെ പൈതൃകം വെളിവാക്കുന്ന പരിപാടികളിലും റൂബിയോ പങ്കെടുക്കും. നാളെ രാവിലെയാണ് ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ മാർക്കോ റൂബിയോ ഡൽഹിയിലേക്ക് മടങ്ങുക. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഹർജി ഇന്ന് കോടതിയുടെ പരിഗണനയിൽ വരികയാണ്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. അട്ടപ്പാടി മധു കൊലപാതക കേസിൽ പ്രതികളുടെയും സർക്കാരിന്റെയും അപ്പീലുകളിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയും. കേസിലെ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ നൽകണമെന്നും വിചാരണ കോടതി വെറുതെ വിട്ട 3 പ്രതികളെ ശിക്ഷിക്കണമെന്നുമാണ് സർക്കാരിന്റെ അപ്പീലിലെ ആവശ്യം. ഹൈക്കോടതിയിലൂടെ തങ്ങൾക്ക് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മധുവിന്റെ കുടുംബം. ഒരുപാട് അവഗണിക്കപ്പെട്ടെന്നും ഒറ്റപ്പെട്ടുവെന്നും മധുവിന്റെ അമ്മ മല്ലിയും സഹോദരി സരസുവും 24-നോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും അവർക്ക് നല്ലൊരു വിധി തന്നെ ആയിരിക്കും ലഭിക്കുന്നത് എന്നാണ് ആ പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോകുന്നത്. കേരള സമൂഹം ഒട്ടാകെ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു വിധിയാണിത്. കാരണം ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് അവഗണനകൾ സഹിച്ചു. ഇത്രയൊക്കെ പൊരുതി നമ്മൾ ഹൈക്കോടതിയിലും അവിടെ എത്താൻ കഴിഞ്ഞ് തന്നെ ഒരു വലിയൊരു ഇതായിട്ടാണ് ഞാൻ കരുതുന്നത്. എല്ലാവരും അത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ ലോകം ഒരു ലോകമല്ല, എല്ലാ ലോകം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇതുവരെ ഹൈക്കോടതി വരെ എത്താനുള്ള ഇത് എല്ലാവരും കഴിവുകൊണ്ടാണ്. ഞങ്ങളുടെ കഴിവുകൊണ്ട് മാത്രമല്ല, എല്ലാ ജനങ്ങളുടെ കഴിവുകൊണ്ടും ഇത്രയായി. നല്ലൊരു വിധി തന്നെ വരണമെന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടുണ്ടാകും. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ വിവരങ്ങളുമായി. വിഷ്ണു, രണ്ട് കൂട്ടരുടെയും സർക്കാരിന്റെയും ഒപ്പം പ്രതിഭാഗത്തിന്റെയും അപ്പീലുകൾ വിധി പറയുകയാണ്. പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ എന്താണ്? ഗൂഗിൾ പരമാവധി ശിക്ഷ, അതായത് ജീവപര്യന്തം ശിക്ഷ വേണമെന്നുള്ളതാണ് കുടുംബത്തിന്റെയും പ്രോസിക്യൂഷന്റെയും ആവശ്യം. അത് അംഗീകരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. നേരത്തെ മണ്ണാർക്കാട് പ്രത്യേക കോടതിയാണ് ഈ കേസിലെ 16 പ്രതികളാണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ 14 പേർക്ക് 7 വർഷം കഠിന തടവിന് വിധിച്ചത്. അത് ചോദ്യം ചെയ്താണ് ആ ശിക്ഷ കുറഞ്ഞുപോയി, അല്ലെങ്കിൽ അവർക്ക് ചെയ്ത കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ഇതിലേറെ ശിക്ഷയ്ക്കുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഹൈക്കോടതിയിലേക്ക് മധുവിന്റെ കുടുംബവും അതോടൊപ്പം സംസ്ഥാന സർക്കാരും എത്തിയത്. അതിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വിശദമായ വാദം കേട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസിൽ വിധി പറയാൻ പോകുന്നത്. കേസിൽ 16 പ്രതികളാണുള്ളത്. നേരത്തെ അതിൽ ഒരാൾ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയിരുന്നു. അയാൾക്ക് 3 മാസം മാത്രമാണ് തടവുണ്ടായിരുന്നത്. ആ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി. അയാൾക്കും വെറുതെ വിട്ട 2 പ്രതികളുണ്ട്. അവർക്കും ജീവപര്യന്തം ഉറപ്പാക്കണം, അല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷ നൽകണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് 16 പ്രതികളും കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ അവരെല്ലാവരും കോടതിയിൽ ഹാജരാകും. 1-ാം പ്രതി ഹുസൈന് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. അയാളോടും ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വലിയ പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെ അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസിൽ വിധി പറയാൻ പോകുന്നത്. 2018 ഫെബ്രുവരി 22-നാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. മോഷണ കുറ്റം ആരോപിച്ച്, അതായത് ഭക്ഷണം മോഷ്ടിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് 34-കാരനെ
മധുവിനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. അത് പിന്നീട് കേരളം വലിയ ചർച്ചയായത്, കേരളം മാത്രമല്ല രാജ്യാന്തര തലത്തിൽ പോലും അത് വലിയ ചർച്ചയായതാണ്. കേരളത്തിന് വലിയ നാണക്കേടായ ഒരു സംഭവമാണ്. അതിൽ നേരത്തെ തന്നെ ഒരു കോടതിയുടെ വിധിയുണ്ട്. അത് പ്രതികളെ ശിക്ഷ വിധിച്ചിരുന്നു. അതിന് പിന്നാലെ ആ ശിക്ഷ കുറഞ്ഞുപോയി. അവർക്ക് ജീവപര്യന്തം ശിക്ഷ വേണമെന്നാവശ്യപ്പെട്ട പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലേക്ക് പോയിരുന്നു. ശിക്ഷ റദ്ദ് ചെയ്യണമെന്നാണ് പ്രതികളുടെ ആവശ്യം. ഈ രണ്ട് ഹർജികളിലാണ് ഇന്ന് ഹൈക്കോടതി വിധി പറയാൻ പോകുന്നത്. അത് ഒരുപക്ഷെ വലിയ ചർച്ചയാകാൻ പോകുന്ന ഒരു വിധി കൂടിയായിരിക്കും. ഗൂഗിൾ തീർച്ചയായും ഒരുപാട് ചർച്ചയാകാൻ പോകുന്നൊരു വിധിയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഭക്ഷണം മോഷ്ടിച്ചു എന്നാരോപിച്ചാണ് ആദിവാസി യുവാവായ മധുവിനെ കുറച്ച് പേർ ചേർന്ന് വിചാരണ ചെയ്ത് അതിനുശേഷം തല്ലിക്കൊല്ലുന്നത്. അതെ. മറ്റൊരു വാർത്തയിലേക്ക്. മുൻമന്ത്രി റോഷി അഗസ്റ്റിനെതിരായ ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം തുടരുന്നു. പരാതി അന്വേഷിക്കുക എന്നത് സ്വാഭാവിക നടപടിയാണെന്ന് റോഷി അഗസ്റ്റിൻ പറയുമ്പോഴും പ്രാഥമിക അന്വേഷണം ഊർജിതമാക്കുകയാണ് വിജിലൻസ്. 112 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന കൊളപ്ര കാഞ്ഞാർ ഇറിഗേഷൻ ടൂറിസം പദ്ധതിയിലെ ടെൻഡർ നടപടിക്രമങ്ങളിൽ വീഴ്ച ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. സർക്കാരിന് വലിയ നഷ്ടവും സ്വകാര്യ ഏജൻസിക്ക് കൊള്ളലാഭവും ലഭിക്കത്തക്ക രീതിയിലാണ് ടെൻഡർ എന്നാണ് പരാതിയിലുള്ളത്. പത്രങ്ങളിൽ പരസ്യം നൽകാതെയും വേണ്ടത്ര പ്രചാരണം നൽകാതെയും ടെൻഡർ നടത്തി ഇഷ്ടക്കാർക്ക് ലഭിക്കാൻ വഴിയൊരുക്കിയെന്ന ഗുരുതര ആരോപണവും വിജിലൻസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. പുണ്യകാലം കൂടിയാണ്. പുണ്യനഗരിയിൽ തീർത്ഥാടക ലക്ഷങ്ങൾ. ഹജ്ജ് കർമ്മങ്ങൾ ഇന്ന് ആരംഭിക്കും. തീർത്ഥാടകർ മിനായിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മിനായിൽ താമസിക്കുക എന്നതാണ് ഹജ്ജിന്റെ ആദ്യത്തെ കർമ്മം. മക്കയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഹജ്ജ് കർമ്മങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. തീർത്ഥാടക ലക്ഷങ്ങൾ തമ്പുകളുടെ നഗരമായ മിനായിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് തീർത്ഥാടകർ മക്കയിൽ നിന്നും മീനായിലേക്ക് നീങ്ങി തുടങ്ങിയത്. ഏതാണ്ട് 17-18 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇന്ന് മീനായിൽ തമ്പടിക്കുക. 5 മുതൽ 6 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന കർമ്മമാണ് ഹജ്ജ്. ഇന്ന് ആരംഭിച്ച് അടുത്ത ശനിയാഴ്ച വരെ ഹജ്ജ് കർമ്മങ്ങൾ നീണ്ടു നിൽക്കും. തീർത്ഥാടകർ ഇന്നലെ രാത്രിയാണ് ഈ അസീസിയ മക്ക ഭാഗത്തു നിന്നും മീനായിലേക്ക് നീങ്ങി തുടങ്ങിയത്. ഇപ്പോഴും തീർത്ഥാടകരുടെ ഈ പ്രയാണം മീനായിലേക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജ് സർവീസ് ഏജൻസികൾ ഒരുക്കിയ ബസ്സുകളിലാണ് തീർത്ഥാടകർ മീനായിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നോടൊപ്പം ചില തീർത്ഥാടകർ ചേരുകയാണ്. എവിടെയാണ്? നാട്ടിലെവിടെയാണ്? ഞങ്ങൾ മാംഗ്ലൂരാണ്. മംഗലാപുരം. ഞങ്ങൾ 5 പേര് വന്നിട്ടുണ്ട്. മാഷാല്ല, ഞങ്ങൾക്ക് കുറേ കാലം ആഗ്രഹിച്ചുണ്ടായി ഹജ്ജ് ചെയ്യാൻ പറഞ്ഞിട്ട്. ഇനി ഞങ്ങൾ എല്ലാവരും മീനാക്ക് പോകാനുണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ദ്വാർക്കണം. എല്ലാ വിഷയത്തിലും ഞങ്ങൾക്ക് കൂടെ ഹോട്ടലിൽ എല്ലാ വിഷയത്തിലും ഞങ്ങൾക്ക് നല്ല തന്നെ ഉണ്ടായി. എന്താണ് പ്രതീക്ഷ? എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെയൊക്കെ? നല്ല സന്തോഷമായിട്ടുണ്ടോ. എന്തൊരു പ്രോബ്ലം ആയിട്ടില്ല. എല്ലാം നല്ലതായിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്തൊരു കുഴപ്പമായിട്ടില്ല. എന്ത് പറയുന്നു? എല്ലാ കൊസിയായി നമുക്ക് എന്തൊരു ബേജാറ് ദുഃഖം എന്തില്ല. എല്ലാ കൊസിലും സന്തോഷത്തിലായി നമുക്ക്. ഇനി നമുക്ക് കൊസിയാവും വെള്ളത്തെ പറ്റി. ഏതായാലും തീർത്ഥാടകരൊക്കെ ഒക്കെ വളരെ സന്തോഷത്തിലാണ്. ഇതുവരെ അവർക്ക് ലഭിച്ച സർവീസുകളിലെല്ലാം അവർ സന്തുഷ്ടരാണ്. നാളെയാണ് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം. ഇതിനായി ഇന്ന് രാത്രി മുതൽ തന്നെ തീർത്ഥാടകർ അറഫയിലേക്ക് നീങ്ങി തുടങ്ങും. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ജമ്മു കശ്മീരിലെ രജൌരിയിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് ഗംഭീർ മുഗ്ലാൻ മേഖലയിൽ 3 ഭീകരരുടെ സാന്നിധ്യം സുരക്ഷാസേന കണ്ടെത്തിയത്. ഏറ്റുമുട്ടൽ ഒരു ദിവസം നീണ്ടു നിന്നെങ്കിലും ഭീകരർ ഉൾവനത്തിലേക്ക് രക്ഷപ്പെട്ടിരുന്നു. CRPF-ന്റെയും ജമ്മു കശ്മീർ പോലീസിന്റെയും വൻ സന്നാഹം എത്തിച്ചാണ് തിരച്ചിൽ നടത്തിയത്. ഉൾക്കാട്ടിലുള്ള ദൗത്യം ഏറെ ശ്രമകരമാണെന്ന് സേനാ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഗംഭീർ മുഗ്ലാൻ മേഖലയിൽ വലിയ സുരക്ഷാ വിന്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭീകരർക്കായുള്ള പരിശോധന ശക്തമാക്കാൻ കൂടുതൽ നടപടി ഇന്ന് സ്വീകരിക്കും. പ്രേക്ഷകരെക്കാത്തൊരു വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്ത കൂടി വരികയാണ്. കുറച്ച് മുമ്പേ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്നു. പക്ഷെ ഒരു കാര്യമില്ല, നമ്മുടെ രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടിയിരിക്കുകയാണ്. ഡീസലിന് 2 രൂപ 71 പൈസയും പെട്രോളിന് 2 രൂപ 61 പൈസയുമാണ് കൂട്ടിയിരിക്കുന്നത്. 2 ആഴ്ചക്കിടെ ഇത് 4ാം തവണയാണ് വില വർധന. വിനീത ബിജുവിന്റെ വിവരങ്ങളുമായി. വിനീത, നേരത്തെ പറഞ്ഞത് 8 രൂപ വരെ ലിറ്ററിന് കൂടുമെന്നാണ്. ഇപ്പോൾ ഏതാണ്ട് 4 തവണയായി. ആദ്യം 3 രൂപ, പിന്നീട് 2 തവണയായി 86-96 പൈസ വീതം. ഇപ്പോൾ വീണ്ടും 3 രൂപയ്ക്കടുത്ത് വർധന. ആ 8 രൂപയുടെ കണക്ക് ഏതാണ്ടും എത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ ഇനിയെങ്കിലും
ഈ കൂട്ടലൊന്നും നിൽക്കുമോ? ഗൂഗിൾ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പക്ഷെ അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല. കാരണം നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ 2 ആഴ്ച എന്ന് നമുക്ക് തികച്ച് പറയാൻ കഴിയില്ല. കാരണം ഏതാണ്ട് ഒരാഴ്ച പിന്നിടുമ്പോൾ 3 തവണയാണ് വർധനവുണ്ടായത്. അത് ഏതാണ്ട് 5 രൂപയോളം വർധനവുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ 3 രൂപ വർദ്ധിച്ചു, അതിന് പിന്നാലെ 90 പൈസ വർധനവുണ്ടായി. അങ്ങനെ 4 രൂപയോളമാണ് 2 ഘട്ടങ്ങളിലായി വർദ്ധിച്ചത്. പിന്നാലെയാണ് കഴിഞ്ഞ 3 ദിവസത്തിനിടെ വീണ്ടും ഒരു നേരിയ വർധനവ് കൂടി ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു 5 രൂപയോളം ഇതിനോടകം തന്നെ വർധനവുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ 2 ആഴ്ച തികയുന്നതിന് മുൻപേ ഇതാ വീണ്ടും ഒരു വർധനവ് കൂടിയാണ് ഇതിലുണ്ടായിരിക്കുന്നത്. അത് 2 രൂപയോളം അടുത്താണ് പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചിരിക്കുന്നത്. ഡീസലിന് 2 രൂപ 71 പൈസയാണ് വർദ്ധിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ പെട്രോളിന് 2 രൂപ 61 പൈസയും വർദ്ധിച്ചിരിക്കുകയാണ്. ഡൽഹിയിലെ കണക്കുകളിലേക്ക് വരുമ്പോൾ ഡൽഹിയിൽ പെട്രോളിന് 95 രൂപ 20 പൈസ എന്ന നിലയിലാണ്, ഡീസലിന് 95 രൂപ 20 പൈസ എന്ന നിലയിലാണ് ഈ വർധനവ് ബാധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പെട്രോളിന് 102 രൂപ 12 പൈസ എന്ന നിരക്കിലും വർധനവുണ്ടായിട്ടുണ്ട്. രാജ്യത്ത് ഒരു ഇന്ധനക്ഷാമം ഇല്ല എന്നൊക്കെയാണ് കേന്ദ്രം അവകാശപ്പെടുന്നത്. അങ്ങനെയുള്ള വിശദീകരണം നൽകുന്നുണ്ട്. എല്ലാ പെട്രോൾ പമ്പുകളിലും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഒരു ഇന്ധനക്ഷാമത്തിലേക്ക്, ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോകുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഇങ്ങനെ ഉയരുന്നതാണ് ഈ വില കൂട്ടുന്നതിന് ഇടയാക്കുന്നതെന്നാണ് നൽകുന്ന വിശദീകരണം. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ വീണ്ടും ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. നമ്മൾ ഗൂഗിൾ പറഞ്ഞതുപോലെ ഇത് വീണ്ടും ഏതാണ്ട് ഈ വില വർധനവ് ഏതാണ്ട് 8 രൂപയോളം അടുത്താണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള തവണകളിലായി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ശരി വിനീത, അപ്പോൾ നമുക്ക് ഈ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറയുന്നു എന്നതൊന്നും കണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കേണ്ട എന്നതാണ് ഇന്ന് വരുന്ന സൂചനകളും. നമ്മുടെ നാട്ടിൽ രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കൂട്ടുകയാണ്. കാരണം ഈ എണ്ണ കമ്പനികൾ പറയുന്ന ന്യായം വലിയ വില വർധന ക്രൂഡ് ഓയിലിൽ ഉണ്ടായ സമയത്ത് വലിയ നഷ്ടം സഹിച്ചാണ് വില കൂട്ടാതിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ നഷ്ടം ലാഭമാക്കി മാറ്റാൻ വരെയുള്ള കാത്തിരിപ്പാണെന്ന് തോന്നുന്നു. അമേരിക്ക ഇറാൻ സമാധാന കരാറിലേക്ക് അടുക്കുന്നുവെന്ന വാർത്തകൾക്കിടെ ആണ് തിങ്കളാഴ്ച എണ്ണവില രണ്ടാഴ്ചത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $4.71 കുറഞ്ഞ ബാരലിന് $98.83 എന്നുള്ളതാണ്. $100 താഴേക്ക് ഈ അടുത്ത് വന്നിരുന്നില്ല. ഒറ്റയടിക്ക് 4.55% വില കുറഞ്ഞത്. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വിലയെ പറ്റിയാണ് പറയുന്നത്, നമ്മുടെ പെട്രോളിനെ പറ്റിയല്ല, നമ്മുടെ നാട്ടിലെ ഡീസലിന്റെ വിലയെ പറ്റിയുമല്ല. അപ്പോൾ ഏതായാലും ഈ വില കുറവ് അടുത്ത 2 ആഴ്ച കഴിയുമ്പോഴെങ്കിലും 1 രൂപയെങ്കിലും കുറയ്ക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എപ്പോൾ റിഫ്ലക്ട് ചെയ്യുമെന്ന് പറയാനും സാധിക്കില്ല. അതെ. ഇനി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 24 പുറത്തു കൊണ്ടുവന്ന പിന്തുടരുന്ന വാർത്തയിലേക്ക്. മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് നടത്തിയ കേസിൽ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. സിന്ധു, ശ്രീകുമാർ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങുക. വിഷ്ണു സുരേഷിന്റെ വിവരങ്ങളുമായി. വിഷ്ണു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളിലേക്കായിരുന്നു അന്വേഷണം. ഇനി കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ആളുകൾ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇവരെ നിയന്ത്രിച്ചിരുന്നത്, ആരൊക്കെ സഹായം ലഭിച്ചിരുന്നു, അങ്ങനെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ടല്ലോ. ഗൂഗിൾ ഉറപ്പായും അത്തരത്തിലുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാൻ തന്നെയാണ് SITയുടെ തീരുമാനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയ ഘട്ടത്തിൽ വിശദമായി ചോദ്യം ചെയ്യാൻ പറ്റിയിരുന്നില്ല. പ്രത്യേകിച്ച് മുംബൈയിൽ നിന്നടക്കമാണ് ഈ സിന്ധുവിനെ പിടികൂടിക്കൊണ്ടുവന്നത്. മണിക്കൂറുകൾ മാത്രമാണ് കസ്റ്റഡിയിൽ ലഭ്യമായത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. നാളെ കസ്റ്റഡി അപേക്ഷ എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കും. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഇവരെ വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ആ കേസിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നിലവിൽ 3 സ്ത്രീകളും പിന്നെ ഈ ശ്രീകുമാർ, ബിലാൽ എന്ന് പറയുന്ന ശ്രീകുമാറുമാണ് പിടിയിലായിരിക്കുന്നത്. ഇവരുടെ സാമ്പത്തിക ഇടപാടുകളും മറ്റ് മേഖലയിലുള്ള ആളുകളുടെ ബന്ധവുമൊക്കെ പോലീസുകാരുമായും ഒക്കെ എനിക്ക് വലിയ അടുപ്പമാണ്, പരിചയമാണ്, അവരൊക്കെ ഞാൻ പറഞ്ഞാൽ എന്തും ചെയ്യും എന്നൊക്കെ കഴിഞ്ഞ ദിവസം സിന്ധുവിൻ്റെ ഓഡിയോ ഒക്കെ 24 പുറത്തുവിട്ടിരുന്നു. അപ്പോൾ അതിലേക്കൊക്കെ അന്വേഷണം പോവുകയാണ്. നാടകപ്രേമികളെ രംഗപടങ്ങൾ കൊണ്ട് വിസ്മയിപ്പിച്ച ആർട്ടിസ്റ്റ് സുജാതൻ തന്റെ കലാജീവിതത്തിന് തിരശ്ശീലയിടാനൊരുങ്ങുകയാണ്. നാടകരംഗത്ത് 60 വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് സുജാതന്റെ ഈ തീരുമാനം. ഒരു മനുഷ്യ ആയുസിന്റെ 3/4 ഭാഗം എന്ന് പറയാം ഈ നാടകം ലോകത്ത് മാത്രം ജീവിച്ച ഒരാളാണ്. 6 പതിറ്റാണ്ടോളം മലയാള നാടകവേദികളെ രംഗപടങ്ങൾ കൊണ്ട് വിസ്മയിപ്പിച്ച അപൂർവ പ്രതിഭ. രംഗപടം സുജാതൻ. നാടകങ്ങളെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഊട്ടിയുറപ്പിക്കാൻ സുജാതന്റെ രംഗപടങ്ങൾ വഹിച്ച പങ്ക്
ചെറുതല്ലായിരുന്നു. അച്ഛൻ കാണിച്ചു തന്ന വഴിയിലൂടെ തുടങ്ങി ഇന്ന് സ്വന്തമായൊരിരിപ്പിടം ഒരുക്കിയാണ് ആർട്ടിസ്റ്റ് സുജാതൻ പടിയിറങ്ങുന്നത്. പതിനാറാമത്തെ വയസ്സിൽ അച്ഛനോടൊപ്പം ഈ മേഖലയിലേക്ക് വന്ന് ചേർന്നപ്പോൾ തൊട്ട് പിന്നെ മറ്റൊന്നും ചിന്തിച്ചിട്ടില്ല. അതിലെനിക്ക് ഭയങ്കര സംതൃപ്തി സന്തോഷമൊക്കെ ഇപ്പം നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ. 60 വർഷം നീണ്ട കലാപ്രവർത്തനത്തിൽ ഓർക്കാൻ ഒരുപാടുണ്ട്. 4000-ലധികം നാടകങ്ങൾക്ക് ഇതിനോടകം സുജാതൻ രംഗപടം ഒരുക്കി കഴിഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നപ്പോഴും പിടിച്ചു നിന്നത് കലയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം. കാലത്തിന്റെ മാറ്റത്തിൽ രംഗപടങ്ങൾക്ക് ഉണ്ടായ മാറ്റത്തെ സുജാതനും തന്റേതായ രീതിയിൽ വിലയിരുത്തുന്നുണ്ട്. ഇപ്പം 59 വർഷം ഒരു രംഗത്ത് തന്നെ നമ്മൾ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സാഹസമാണ്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കാര്യം അങ്ങനെ സംഭവിച്ചു പോയത് ഈ ജനങ്ങളിൽ നിന്ന് കിട്ടിയൊരു സ്വീകാര്യതയുണ്ട്. പുതുതലമുറയ്ക്ക് പറഞ്ഞു നൽകാൻ ഒരുപാടുണ്ട് ആർട്ടിസ്റ്റ് സുജാതന്. ജോലികൾ അവസാനിപ്പിക്കുകയാണെങ്കിലും ഈ കലയെ പൂർണ്ണമായും കൈവിടാൻ സുജാതൻ തയ്യാറല്ല. കഠിനമേറിയ യാത്രയായിരുന്നു ആർട്ടിസ്റ്റ് സുജാതൻ്റേത്. തിരശ്ശീലയ്ക്ക് പിന്നിലായിരുന്നുവെങ്കിലും ജീവനും ജീവിതവും നാടകത്തിന് വേണ്ടി നൽകി. അതുകൊണ്ട് തന്നെ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭയാണ് ആർട്ടിസ്റ്റ് സുജാതൻ ഇന്ന്. അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ടോബി പറഞ്ഞ പോലെ ആർട്ടിസ്റ്റ് സുജാതൻ എന്ന് പറയുന്നത് ഒരു സ്കൂളാണ്. പക്ഷേ ഇനി ഒരു നാടകത്തിലും പുതിയ നാടകങ്ങളിലൊന്നും രംഗപടം ആർട്ടിസ്റ്റ് സുജാതൻ ആ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ പോസ്റ്ററിൽ ആ വാചകം ഉണ്ടാവില്ല. അത് സങ്കടമാണ്. പക്ഷേ അദ്ദേഹം ആ മേഖലയിൽ ഇനിയും പുതിയ തലമുറയ്ക്ക് ഒരുപാട് അറിവ് പകരാൻ തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അത് പ്രതീക്ഷയാണ്. ADC ഒറേഷൻ അവാർഡ് പ്രമുഖ പ്രമേഹ വിദഗ്ധനും ജ്യോതിദേവ് ഡയബറ്റിസ് റിസർച്ച് സെന്റർ ചെയർമാനുമായ ഡോക്ടർ ജ്യോതിദേവ് കേശവ് ദേവിന് ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിച്ചു. ഡയബറ്റീസ് ടെക്നോളജി രംഗത്തെ 28 വർഷത്തെ അനുഭവം ഡോക്ടർ ജ്യോതിദേവ് ശാസ്ത്ര സമൂഹവുമായി പങ്കുവച്ചു. ബംഗളൂരുവിൽ നടന്ന ADC പ്രമേഹ വൈദ്യശാസ്ത്ര സമ്മേളനത്തിലാണ് അവാർഡ് സമ്മാനിച്ചത്. ഡയബറ്റീസ് ടെക്നോളജി, രോഗീകേന്ദ്രിത ചികിത്സ, ദീർഘകാല ഫോളോ അപ്പ്, പ്രമേഹ ഗവേഷണം എന്നീ മേഖലകളിലെ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. 4 ലൈഫ് ലെസൺസ് ഫ്രം 28 years ഓഫ് ഡയബറ്റീസ് ടെക്നോളജി, ഇൻസൈറ്റ്സ് ഫ്രം 4 പേഷ്യന്റ് ജേർണീസ് എന്ന വിഷയമാണ് പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് അവതരിപ്പിച്ചത്. പ്രമേഹ ചികിത്സ ഗ്ലൂക്കോസ് നിയന്ത്രണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നും രോഗിയുടെ ജീവിതരീതി, തുടർച്ചയായ നിരീക്ഷണം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ എന്നിവ സംയോജിപ്പിക്കുമ്പോഴാണ് ദീർഘകാല ഫലങ്ങൾ ഉണ്ടാകുന്നതെന്നും ഡോക്ടർ ജ്യോതിദേവ് ചൂണ്ടിക്കാട്ടി. ഡോക്ടർ അരവിന്ദ ജഗദീശയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സെഷൻ ഡോക്ടർ സഞ്ജീവ് ഇന്ദുർക്കറും ഡോക്ടർ പ്രഭാകർ കെയും അധ്യക്ഷന്മാരായിരുന്നു. ന്യൂസ് ഡെസ്ക് 24. രാജ്യത്തുടനീളം പ്രചരിക്കുന്ന അല്ലെങ്കിൽ ഇന്റർനെറ്റിലുടനീളം സെൻസേഷണലായ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അല്ലെങ്കിൽ പൊതു പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കുന്ന പുതുതലമുറയുടെ ഒരു പാർട്ടിയുടെ ചിത്രം അത് പ്രേക്ഷകർക്കറിയാം. CJP, കോക്രോച്ച് ജനതാ പാർട്ടി. ആ പാർട്ടിക്കെതിരായ ഹർജി ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നേക്കും. CJP സ്ഥാപകർക്കെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചത്. അതിനിടെ CJPക്കെതിരായ BJP നേതാക്കളുടെ വിമർശനവും തുടരുകയാണ്. പാകിസ്ഥാൻ ബന്ധം ആരോപിച്ചാണ് BJPയുടെ തുടർച്ചയായ വിമർശനങ്ങൾ. വിനീത വിജി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, അതൊരു വലിയ മുന്നേറ്റമായി അതങ്ങനെ പാറ്റ പടരുകയാണ്. പള്ളത്തോട്ടിങ്ങനെ എന്താ പറയുക, പെറ്റുവരിക എന്നൊക്കെ പറയുന്ന പോലെയാണ് അതിന്റെ ഒരു വ്യാപനം. അത് പല വഴിക്ക് പിടിച്ചു നിർത്താൻ നോക്കുമ്പോഴും നടക്കുന്നില്ല. മാത്രമല്ല ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരാമർശമാണ് അവിടെ നിന്നാണ് തുടങ്ങിയത്. ഈ ഹർജി ഏത് ബെഞ്ചിലേക്കാണ്? ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലേക്കാണോ എത്തുക? ഒപ്പം ഹർജിയിലെ ഈ ആവശ്യം മുമ്പൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു പാർട്ടിക്കെതിരെ ഒരു ഹർജി, പാർട്ടിക്കാകമാനം തന്നെ എതിരെ ഒരു ഹർജി. ഗോകുൽ, ഇത് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലേക്ക് തന്നെയാണോ വരുന്നത് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൗതുകം. കാരണം അദ്ദേഹത്തിന് തന്നെ ഒരു പരാമർശത്തെ തുടർന്നാണ് ഈ CJP സോഷ്യൽ മീഡിയയിലൂടെ രൂപപ്പെടുകയും പിന്നീട് അത് തരംഗമാവുകയും ഒക്കെ തന്നെ ചെയ്തു. ഏതാണെങ്കിലും ഒരു തരത്തിൽ പാർട്ടികൾ ഇങ്ങനെ കൂടുതൽ മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ ആ പാർട്ടികളെ അടിച്ചമർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മറുവശത്ത് തുടരുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം പാർട്ടികളെ ഒരിക്കലും കൊല്ലാൻ കഴിയില്ല, നശിപ്പിക്കാൻ കഴിയില്ലെന്നൊക്കെ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് CJPക്കെതിരെ ഒരു ഹർജി കൂടി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇന്ന് വന്നേക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. CJP സ്ഥാപകർക്കെതിരെ CBI അന്വേഷണം
വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഹർജി ഉള്ളത്. രാജ ചൗധരിയാണ് ഈ ഹർജിക്കാരൻ. നീതിന്യായ വ്യവസ്ഥയെ മോശമായി ചിത്രീകരിക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നുവെന്നും ഹർജിയിൽ ആരോപണമുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ചില പരാമർശങ്ങളെ തുടർന്നാണ് ഇങ്ങനൊരു മൂവ്മെന്റ് ഉണ്ടാവുന്നത്. ഒപ്പം തന്നെ ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ അതിൽ കോടതി എന്ത് തീരുമാനമാണ് ഇക്കാര്യത്തിൽ കൈക്കൊള്ളുക എന്നുള്ളത് തന്നെയായിരിക്കും നിർണായകമാകുന്നത്. അതിനെതിരെ CJPക്കെതിരെ BJP നേതാക്കളുടെ വിമർശനവും തുടരുകയാണ്. പാകിസ്ഥാൻ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിച്ചാണ് BJP രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ ഫോളോവേഴ്സിൽ കൂടുതലും പാകിസ്ഥാൻകാരാണെന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെതിരെ CJP തന്നെ രംഗത്തെത്തുകയും വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. ഇന്ത്യക്കാരാണ് തന്റെ ഫോളോവേഴ്സ് എന്നും മറ്റ് ആരോപണങ്ങൾ BJP മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോകുൽ, അതാണ് വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള പരാമർശം ഉണ്ടായാലും അത് എന്തായാലും CJPയും ഒപ്പം തന്നെ രാജ്യത്തുടനീളം അലയടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം. അത് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ തന്നെ ചെല്ലുകയാണെങ്കിൽ അത് നല്ല രസമായിരിക്കും. മറ്റൊരു വാർത്ത, കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പ് ഇന്ന്. സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിവിധ കലാലയങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 180 യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരാണ് വോട്ട് ചെയ്യുക. ചെയർപേഴ്സൺ, ജനറൽ സെക്രട്ടറി, അക്കൗണ്ട്സ് വിഭാഗം അടക്കം 17 ജനറൽ സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കും. നിലവിൽ SFIയുടെ നേതൃത്വത്തിലുള്ള യൂണിയനാണ് അധികാരത്തിലുള്ളത്. 17 ജനറൽ സീറ്റുകളിൽ 13 എണ്ണം SFIക്കും 4 എണ്ണം KSUവിനും കഴിഞ്ഞ തവണ ലഭിച്ചിരുന്നു. സർവകലാശാല സെനറ്റിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധികളുടെ തിരഞ്ഞെടുപ്പും ഇന്ന് നടക്കും. കഴിഞ്ഞ തവണത്തെ സംഘർഷം കണക്കിലെടുത്ത് ഇത്തവണ വൻ പോലീസ് സന്നാഹത്തെയാകും സർവകലാശാല ആസ്ഥാനത്ത് വിന്യസിക്കുക. പത്തനംതിട്ട കോന്നി കുളത്തൂമണൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയില്ല. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പ്രദേശവാസികളുടെ വളർത്തുമൃഗങ്ങളെ പുലി കൊന്നിരുന്നു. ഇരയിട്ട് വനം വകുപ്പ് കൂടൊരുക്കിയെങ്കിലും പുലി കെണിയിൽ വീണില്ല. പുലിയെ പിടികൂടാത്തതിനാൽ പ്രദേശവാസികളും വലിയ ആശങ്കയിലാണ്. 2 വർഷം മുമ്പ് കുളത്തുമൺ അടക്കമുള്ള മലയോര മേഖലയിൽ നിന്ന് 3 പുലികളെ വനംവകുപ്പ് പിടികൂടിയിട്ടുണ്ട്. നേരത്തെ കരിമ്പുലിയുടെ സാന്നിധ്യവും പ്രദേശത്ത് സ്ഥിരീകരിച്ചിരുന്നു. എത്രയും വേഗം പുലിയെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലങ്ങളിൽ വനംവകുപ്പ് ജീവനക്കാർ എത്തി പരിശോധന നടത്തിയിരുന്നു. കൊല്ലം അഞ്ചലാൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ ബുള്ളറ്റ് കത്തിച്ച സംഭവത്തിൽ പ്രതികളെക്കുറിച്ച് കൃത്യമായ സൂചനയില്ലാതെ പോലീസ്. ആറന്മുള പോലീസ് സ്റ്റേഷന്റെ ഉദ്യോഗസ്ഥനായ അഞ്ചൽ സ്വദേശി വിവേകിന്റെ ബുള്ളറ്റാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ അജ്ഞാതർ തീയിട്ടത്. വിവേകിന്റെ ബുള്ളറ്റ് കത്തിച്ചതിനൊപ്പം വീടിന്റെ സിറ്റൌട്ടിൽ കരിയോയിൽ ഒഴിക്കുകയും ചെയ്തിരുന്നു. 2 ഭീഷണി കത്തുകളും വീടിന് സമീപത്തു നിന്ന് ലഭിച്ചു. വിവേക് അടൂർ ക്യാമ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി സംഘർഷമുണ്ടായിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ ബുള്ളറ്റിന് തീയിട്ടതെന്ന നിഗമനത്തിലാണ് പോലീസ്. ചിലരെ സംശയമുണ്ടെന്ന് വിവേക് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുനലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ് അഞ്ചൽ പോലീസ്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിക്കും. ഫസ്റ്റ് ഓൺ 24 തിരുവനന്തപുരം വെള്ളായണിയിൽ 4000 കിലോ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഭീമാപള്ളി സ്വദേശി അമീന്റെ വെള്ളായണിയിലെ വാടക വീട്ടിൽ നിന്നാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരിക്കുന്നത്. ജിബിൻ JB ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിബിൻ, വലിയ അളവിലാണ് ലഹരി വസ്തുക്കൾ പിടിച്ചിരിക്കുന്നത്. ആരെങ്കിലും കൂടെ പിടിച്ചിട്ടുണ്ടോ? ഗോകുൽ, കഴിഞ്ഞ ദിവസം രാത്രി 12:30 കൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ബാലരാമപുരം ഉച്ചക്കട ഭാഗത്ത് വെച്ചാണ് നെയ്യാറ്റിങ്കര എക്സൈസ് പാർട്ടിയും എക്സൈസിന്റെ ഇന്റലിജൻസ് വിഭാഗവും ചേർന്നുകൊണ്ട് രാത്രി റോഡിൽ ഒരു പരിശോധന നടത്തിയത്. ആ സമയത്താണ് ഇരുചക്ര വാഹനത്തിൽ 100 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഭീമാപ്പള്ളി ഭാഗത്തേക്ക് കൊണ്ടുപോവുകയായിരുന്ന ഭീമാപ്പള്ളി സ്വദേശി അമീനെ ഇവർ പിടികൂടുന്നത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇയാൾക്ക് വെള്ളായണി പുഞ്ചക്കരി ഭാഗത്തൊരു വാടക വീടുണ്ടെന്നും അവിടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ ശേഖരമുണ്ടെന്നുമുള്ള വിവരം പോലീസ് ലഭിക്കുന്നത്. തുടർന്ന് രാത്രിയോടുകൂടി തന്നെ ഏകദേശം 1:30 മണിയോടുകൂടി തന്നെ ഈ വെള്ളായണിയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 4000 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടുകയും ചെയ്തത്. എന്തായാലും ഈ അമീനെയും നിരോധിത പുകയില വസ്തുക്കളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇയാൾ ഇത് ഒറ്റയ്ക്കല്ല ചെയ്തത് എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. കാരണം ഒരു വാടക വീട്ടിൽ നിന്നാണ് ഈ 4000 കിലോ പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ഇത് തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ച് വിൽപ്പന നടത്താനായി കഴിഞ്ഞ കുറച്ച് നാളുകളെ ശേഖരിച്ചതെന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. വരുന്ന ദിവസങ്ങളിൽ സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഈ സ്കൂൾ മേഖലയിലുള്ള കടകളിൽ, ചെറുകിട കടകളിൽ എത്തിച്ചുകൊണ്ട് ഈ ലഹരി വിൽപ്പനയ്ക്കായാണ് ഇവർ ശ്രമം നടത്തിയിരുന്നുള്ള ഒരു വിവരം കൂടിയാണ് ഇപ്പോൾ എക്സൈസ് പാർട്ടി പുറത്തുവിടുകയും ചെയ്യുന്നത്. എന്തായാലും ഈ വെള്ളായണിയിൽ നിന്ന് ലഭിച്ച 4000 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മാത്രമല്ല ഇയാൾ കേന്ദ്രീകരിച്ച്, അതായത് ഇയാളുടെ ഭാഗത്തു നിന്ന് വാങ്ങി വിവിധ സ്ഥലങ്ങളിലായി എത്തിച്ച് സ്കൂൾ കുട്ടികൾക്ക് ഉൾപ്പെടെ വിൽപ്പന നടത്തുന്ന പലരിലേക്കും ഈ അന്വേഷണം നീങ്ങുകയാണ്. ഇന്ന് തന്നെ ഇവരെല്ലാവരെയും പിടികൂടുമെന്ന് തന്നെയാണ് ഇപ്പോൾ എക്സൈസ് നൽകുന്ന വിവരം. ഗോകുൽ, കുറച്ചൊന്നുമല്ല, 4000 കിലോ
നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയിരിക്കുന്നത്. ഈ അന്വേഷണം ഇനി മറ്റാരെങ്കിലേക്കും എത്തും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ CBIയുടെ അപ്പീൽ ഡൽഹി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള പ്രതികളെ വിചാരണ കോടതി കുറ്റവിമുക്തരാക്കിയതിനെതിരെയാണ് CBIയുടെ അപ്പീൽ. കഴിഞ്ഞ തവണ അപ്പീൽ പരിഗണിച്ച ഡൽഹി ഹൈക്കോടതിയുടെ പുതിയ ബെഞ്ച് കേസിലെ കക്ഷികൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയതോടെ ജസ്റ്റിസ് മനോജ് ജെയിന്റെ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുന്നത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. നടപടികളുടെ ഭാഗമായി ഇന്ന് നേരിട്ട് ഹാജരാകണമെന്ന് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷിനോട് കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ മുഹമ്മദ് ഹനീഷ് നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലാണ്. നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കാൻ സിംഗിൾ ബെഞ്ചിൽ അപേക്ഷ നൽകാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. ഇത് പ്രകാരം മുഹമ്മദ് ഹനീഷ് നൽകിയ അപേക്ഷ സിംഗിൾ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ അടക്കമുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ മൂന്നാം തവണയും അനുമതി നിഷേധിച്ചതോടെയാണ് മുഹമ്മദ് ഹനീഷിനെതിരെ കോടതിയലക്ഷ്യ ഹർജി എത്തിയത്. ന്യൂസ് ബ്രേക്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.